ഹലോ എവ്രി വൺ, ടെക് പീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാം സ്ലോട്ട് 2026 PSC കലണ്ടർ പ്രകാരമുള്ള എക്സാം സ്ലോട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റും ചെക്ക് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എക്സാം ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ നോക്കുക, 629/2025 ആണ്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്ക് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 26,500 രൂപ മുതൽ 60,700 രൂപ വരെ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ഡിസ്ട്രിക്റ്റിലേക്കാണ് അവസരങ്ങളുള്ളത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, +2 എക്സാമിനേഷൻ നിങ്ങൾ സയൻസ് സ്ട്രീമിൽ ഒരു പാസ്സായിരിക്കണം. അതാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 4/2/2026 ആണ്. ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാം സ്ലോട്ട് ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ് PSC കലണ്ടർ പ്രകാരം എക്സാം സ്ലോട്ട് നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു പരീക്ഷ ഓഗസ്റ്റ്, ഒക്ടോബർ എന്നീ മാസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും നടക്കുമെന്നാണ്. അപ്പോൾ സാധാരണ എല്ലാ പരീക്ഷകൾക്കും അതാത് വർഷം PSC കലണ്ടർ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതിനനുസരിച്ചായിരിക്കും എക്സാംസ് നടക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ഓക്കെ, ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഓരോ എക്സാമുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എക്സാം സ്ലോട്ട് എന്ന് പറയുമ്പോൾ അത് 2 മുതൽ 3 മാസത്തെ ഒരു ടൈം പീരീഡ് ആയിരിക്കും നൽകിയിരിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരു ടൈം പീരീഡ് നൽകിയിരിക്കുമ്പോൾ ആദ്യത്തെ മാസം അതിലിപ്പോൾ ഓഗസ്റ്റ്, ഒക്ടോബർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നതെങ്കിൽ ഓഗസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും. അപ്പോൾ ഓഗസ്റ്റ് 1st ഓർ 2nd വീക്കിൽ നമുക്ക് പരീക്ഷ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം അഥവാ എക്സാമിന് ലാഗ് വന്നാലും നമുക്ക് ആ സമയം എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതും ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു എക്സാമിലേക്ക് വരുന്ന സിലബസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നുണ്ടാവും. കെമിസ്ട്രിയിൽ നിന്ന് 28 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉണ്ടാവും. ബോട്ടണി, സുവോളജി യഥാക്രമം 14 മാർക്കിൻ്റെ ചോദ്യങ്ങളും. മാത്തമാറ്റിക്സിനാണ് അപ്പോൾ വെച്ച് നോക്കുമ്പോൾ വെയിറ്റേജ് കുറച്ച് കുറവ്. 14 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മാത്തമാറ്റിക്സിൽ നിന്ന് വരുന്നത്. അതായത് ഫിസിക്സ് 30, കെമിസ്ട്രി 30, കെമിസ്ട്രി 28, ബയോളജി 28, മാത്തമാറ്റിക്സ് 14. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ 5 പാർട്ടിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അങ്ങനെ ആകെ 100 മാർക്കിൻ്റെ ഒരു OMR എക്സാമാണ് ഈ ഒരു പരീക്ഷയിലേക്ക് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന റാങ്ക് നേടുവാനായി ടെക്നിഎസ്സി ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ ലഭിക്കും. കൂടാതെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, പീരിയോഡിക് ആയിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാമുകൾ, ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നൽകുന്ന മെൻറ്റർഷിപ്പ് തുടങ്ങിയവയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം തീയതി വരെയുമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.